പാകിസ്ഥാന് വൻ മുന്നറിയിപ്പുമായി ഇറാൻ. പാകിസ്ഥാനിലെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നുവെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി ഉടനുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഇറാൻ നൽകുകയാണ്. സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള താലിബാന്റെ വമ്പൻ സംഘം 15,000-ലധികം ഭീകരന്മാരടങ്ങിയ വമ്പൻ സംഘമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നത് എന്ന വമ്പൻ സൂചനയാണ് ഇറാൻ നൽകിയത്. സിറിയയിൽ നടന്നതിന് സമാനമായൊരു രാഷ്ട്രീയ അട്ടിമറി, ഒരു സൈനിക അട്ടിമറിക്ക് പാകിസ്ഥാൻ വേദിയാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനെ മറ്റൊരു ഇസ്ലാമിക ഭീകര സംഘടന പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വമ്പൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കാൻ പോകുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമാബാദ് പിടിച്ചെടുക്കാൻ താലിബാന്റെ വമ്പൻ നീക്കമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നേരത്തെ സിറിയയ്ക്ക് പിന്നാലെ മറ്റ് ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ കൂടി രാഷ്ട്രീയ അട്ടിമറിക്ക് താലിബാൻ ശ്രമം നടത്തുന്നു എന്നുള്ള സൂചനകൾ ഇറാൻ നൽകിയിരുന്നു. എന്നാൽ അന്ന് പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ ഇതാ ഇറാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് താലിബാൻ മുന്നോട്ട് പോവുകയാണ്. സിറിയയ്ക്ക് സമാനമായ രാഷ്ട്രീയ അട്ടിമറി പാകിസ്ഥാനിലുണ്ടാകും. നിലവിൽ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. സിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹം മുതൽ പ്രവിശ്യകൾ തമ്മിലുള്ള വലിയ ആഭ്യന്തര യുദ്ധം വരെ പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുകയാണ്. പാകിസ്ഥാനിലെ സാമ്പത്തിക അവസ്ഥ അതീവ ദുഷ്കരമാണ്. പാകിസ്ഥാനിൽ വിലക്കയറ്റം, അതുപോലെ പട്ടിണി തുടങ്ങിയവ വൻതോതിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള ഒരു യുദ്ധം പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാനുള്ളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. അതുമാത്രവുമല്ല, അഫ്ഗാനിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും അതുപോലെ താലിബാന്റെ ഓപ്പറേഷൻ സെന്ററുകളെയും ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ ആക്രമണം. അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള ഗോത്ര ഭീകര സംഘടനകളെ ഒക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഒരു ഗറില്ല ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ താലിബാൻ നടത്തുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അൽ-ഖ്വയ്ദ അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഒക്കെ പിന്തുണ താലിബാൻ ഉണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. സിറിയയിൽ നടന്നതിന് സമാനമായ ഒരു വിമത നീക്കം, സിറിയയിലെ വിമത നീക്കത്തിന് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള താലിബാന്റെ വിമത നീക്കത്തിനും ബാഹ്യ ശക്തികളുടെ പിന്തുണയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇറാൻ നടത്തുകയാണ്. ഇത്തരത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അതിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൈകളുണ്ട് എന്ന് ഇറാൻ ആരോപിക്കുന്നു. നേരത്തെ സിറിയയിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറിക്ക്, ഭരണ അട്ടിമറിക്ക് പിന്നിൽ ഇസ്രായേലാണെന്നും അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഉണ്ടായെന്നും അയത്തുള്ള അലി ഖമീനി തന്നെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയിലെ ചാരസംഘടനയായ റോയെപ്പോലും ഇറാൻ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. 2024 അവസാനിച്ച് 2025 പുലരാൻ പോകുമ്പോൾ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ ഒട്ടുമുക്കാൽ യുദ്ധങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളോ ഇസ്ലാമിക ഭീകര സംഘടനകളോ തമ്മിലുള്ളതാണ്. പാകിസ്ഥാൻ ഒരു ഉദാഹരണം, ബംഗ്ലാദേശ് മറ്റൊരു ഉദാഹരണം, അഫ്ഗാനിസ്ഥാൻ വേറൊരു ഉദാഹരണം, സിറിയ മറ്റൊരു ഉദാഹരണം, ഇറാൻ മറ്റൊരു ഉദാഹരണം, ഗാസ, ഹിസ്ബുള്ള, യമൻ, ലെബനൻ. സിറിയയിൽ നടന്നതിന് സമാനമായ രാഷ്ട്രീയ അട്ടിമറിയും ഭരണ അട്ടിമറിയും ലോകത്തെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് പലതവണ ഇറാൻ നൽകിയതാണ്. ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവുകളാണിപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളെ തകർക്കുന്നതിനും അവരുടെ ശക്തി ചോർത്തുന്നതിനുമുള്ള വളരെ കരുതിക്കൂട്ടുള്ള നീക്കമാണ് ഇവയെന്ന് ഇറാൻ ആരോപിക്കുന്നു. സിറിയയിൽ നടന്നത് ഇതാണ്, ലെബനനിൽ നടക്കുന്നതും അതാണ്, അതുപോലെ യമനിലും
യമനിലും പശ്ചിമേഷ്യയിലുള്ള ഇസ്ലാമിക അറബ് രാജ്യങ്ങളിലുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അമേരിക്കയും ഇസ്രായേൽ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെയാണ്. ഈ കാര്യങ്ങൾക്ക് ഖത്തറും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് നിശബ്ദമായി പിന്തുണ നൽകുന്നു എന്ന ആരോപണവും ഇറാൻ നേരത്തെ ഉയർത്തി. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയുമായി ബന്ധമുള്ള ഏത് രാജ്യമായാലും ആ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുമെന്ന വമ്പൻ മുന്നറിയിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇറാൻ നൽകുന്നത്. സത്യത്തിൽ ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഇറാൻ്റെ പിന്നിൽ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുമൊക്കെ നിൽക്കുമെന്നും ഇസ്ലാമിക ഭീകരത ലോകം മുഴുവൻ വളർത്താൻ കഴിയുമെന്നുമൊക്കെ ഇറാൻ കരുതിയിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യയിലടക്കം ഇസ്ലാമിക ഭീകരതയുടെ വേരറുക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, ഇസ്രായേലിൻ്റെ ആ പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇറാനോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് കാണുന്നത് അതാണ്. പശ്ചിമേഷ്യയിലെ ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഹൂതികളായിക്കൊള്ളട്ടെ, അവരെല്ലാം ഇസ്രായേൽ ഒറ്റയ്ക്ക് നേരിടുകയാണ്. തൊട്ടടുത്ത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമെന്ന് കരുതിയിരുന്ന സിറിയ പോലും തകർന്നു പോയിരിക്കുന്നു. സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ അന്ത്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സിറിയയിലെ ഭരണം പിടിച്ചെടുത്ത വിമത ഗ്രൂപ്പായിട്ടുള്ള HTSൻ്റെ മേധാവി തന്നെ പറയുന്നു, ഇസ്രായേലും ഞങ്ങളുമായി ചങ്ങാത്തത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്രായേലുമായി ഞങ്ങളൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇസ്രായേൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽക്കാരാണ്. ഇസ്രായേൽ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്രായേലിന് കാരണവുമുണ്ട്. ഇസ്രായേലിൻ്റെ അതിർത്തി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇസ്രായേലിനുണ്ട്. അവരത് ചെയ്തു, ഞങ്ങൾക്ക് പരിഭവമില്ല. ഇനിയും ഞങ്ങൾക്ക് ഒരു സംഘർഷത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ല. അതിന് കാരണം ഇസ്രായേലിൻ്റെ പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിമതസേനയ്ക്കറിയാം. ആദ്യം സ്വന്തം തകർന്നരിപ്പണമായ സ്വന്തം രാജ്യത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ HTS എന്ന വിമത സംഘം പോലും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുപുറം എന്നത് ഇത് ഇസ്രായേലിൻ്റെ ഒരു വിശ്വവിജയത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. തൊട്ടടുത്ത രാജ്യം ആരായിരുന്നോ ഭരിച്ചിരുന്നത് അവരെ അട്ടിമറിച്ച് വന്ന ഭീകരർ പോലും പറയുന്നു, ഇസ്രായേലിനെ ഞങ്ങൾക്ക് വേണം. ഗൊലാൻ കുന്നിലെയും ഹെർബൺ പർവ്വതത്തിലെയും സിറിയക്കാരായ ആളുകൾ പറയുന്നു, ഞങ്ങളെ ഇസ്രായേൽ ഭരിച്ചാൽ മതി, സിറിയ ഭരിക്കേണ്ട. അങ്ങനെ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കുകയാണ് ഇസ്രായേൽ. അത് പശ്ചിമേഷ്യ വിട്ട് പുറത്തേക്ക് വ്യാപിക്കുന്നതിൻ്റെ സൂചനകളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും പാകിസ്ഥാനിൽ അതിൻ്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള താലിബാൻ കടന്നുകയറ്റവും. വമ്പൻ മുന്നറിയിപ്പ് പാകിസ്ഥാന് ഇറാൻ നൽകുന്നു. ലോകത്തെ ഇസ്ലാമിക ഭീകരതയെ അന്ത്യം കുറിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ കൂട്ടുകെട്ട് ലോകത്തെ ഇസ്ലാമിക ഭീകരതയുടെ വേരറുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ആയത്തുള്ള അലി ഖമീനി വിലപിക്കുകയും ചെയ്യുന്നു.